CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചാവക്കാട് ഉരുമന്നൂരിൽ CPI ലോക്കൽ സെക്രട്ടറിയുടെ വീടിനു നേരെ ആക്രമണം. വീടിന്റെ ജനൽ ചില്ലുകൾ ആക്രമി എറിഞ്ഞു തകർത്തു. CPI ഉരുമന്നൂർ ലോക്കൽ സെക്രട്ടറി മുത്തമ്മാവ് വടക്കേപുരയ്ക്കൽ ചന്ദ്രന്റെ വീടിനു നേരെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. പെരിങ്ങോട് കറുകപുത്തൂർ പാതയിൽ ബൈക്ക് യാത്രികരെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. നിലത്തുവീണ യുവാക്കളെ മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ച ശേഷം അക്രമികൾ രക്ഷപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ മധുപ്പള്ളി സ്വദേശി രഞ്ജിത്ത്, വടക്കേക്കര സ്വദേശി EP രഞ്ജിത്ത് എന്നിവരെ കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊഴിയൂരിൽ യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. വടക്കേക്കാട് അഞ്ഞൂർ സ്വദേശി കർണംകോട്ട് വീട്ടിൽ അതുലിനാണ് പരിക്കേറ്റത്. വടക്കേക്കാട് പോലീസ് കേസെടുത്തു. തൃത്താല എക്സൈസിന്റെ നേതൃത്വത്തിൽ വൻ ലഹരിമരുന്നു വേട്ട. എക്സൈസ് ഇൻസ്പെക്ടർ GM മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് മാരകമയക്കുമരുന്നായ 4.5 കിലോ മെത്താഫെറ്റമിനുമായി 3 പേരെ അറസ്റ്റ് ചെയ്തത്. പൊന്നിയൂർകുളം ഉപ്പുങ്ങൽ സബ് സ്റ്റേഷൻ റോഡിൽ അഴുകിയ നിലയിൽ മുള്ളൻ പന്നിയുടെ ജഡം കണ്ടെത്തി. പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നീക്കം ചെയ്തില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ജില്ലയിൽ കോൺഗ്രസിനെ നയിക്കാൻ ആരുമില്ലെന്ന് K മുരളീധരൻ അഭിപ്രായപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവ് AP മുഹമ്മദ് അലിയുടെ 3ാം ചരമവാർഷികാനുസ്മരണം പെരുമ്പിലാവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. കണ്ടാണശ്ശേരി പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. മരുത്തോടിപ്പാടത്തു നടന്ന കൊയ്ത്തുത്സവം കണ്ടാണശ്ശേരി കൃഷി ഓഫീസർ ഗായത്രി ഉദ്ഘാടനം ചെയ്തു. MLA ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ഉപയോഗിച്ച് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വാങ്ങിയ കമ്പ്യൂട്ടറുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അൺടൈറ്റിൽഡ് എന്ന പേരിൽ ഇംഗ്ലീഷ് മാഗസിൻ പുറത്തിറക്കി. കേരള കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ തല മെമ്പർഷിപ്പ് വിതരണം പന്നിത്തടത്ത് നടന്നു. എരുമപ്പെട്ടി ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ സംയുക്ത തിരുനാൾ ജനുവരി 22, 23, 24 തീയതികളിൽ ആഘോഷിക്കും. തിരുനാളിന്റെ കൊടിയേറ്റം എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ നിർവഹിച്ചു. മണത്തല ഹൈദ്രോസ് കൊട്ടിമൂപ്പരുടെ ജാറത്തിലെ താബൂത്ത് അലങ്കരിക്കുന്നതിനായി തെക്കഞ്ചേരിയിലേക്ക് കൊണ്ടുപോയി. ജനുവരി 28-ന് നേർച്ചയുടെ പ്രധാന കാഴ്ചകളിലൊന്നായ താബൂത്ത് കാഴ്ചയിൽ കൂട് പുതുക്കി പണിയുന്നതിനു വേണ്ടിയാണ് തെക്കഞ്ചേരിയിലേക്ക് കൊണ്ടുപോയത്. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ വടക്കേക്കാട് അജ്മീർ നഗറിൽ അജ്മീർ ഉറൂസ് നടത്തി. വ്യക്തി താൽപര്യങ്ങൾക്കു വേണ്ടിയാണ് PV അൻവർ എക്കാലവും നിലപാട് സ്വീകരിച്ചതെന്ന് CPI അസിസ്റ്റന്റ് സെക്രട്ടറിയും രാജ്യസഭാംഗവുമായ PP സുനീർ വന്നേരിനാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി പ്രസിൽ പങ്കെടുക്കുകയായിരുന്നു MP. കേരള കർഷക സംഘം തൃശൂർ ജില്ലാ അംഗത്വ വിതരണ ക്യാമ്പയിൻ ആരംഭിച്ചു. AIKS സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും MLAയുമായ AC മൊയ്തീൻ അംഗത്വ വിതരണോദ്ഘാടനം നടത്തി. ചൂണ്ടൽ പഞ്ചായത്തിൽ സംരംഭക സഭ നടത്തി. പഞ്ചായത്ത് പരിധിയിൽ നിലവിലും പുതിയതായും പ്രവർത്തിച്ചു വരുന്ന സംരംഭങ്ങളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചാണ് സംരംഭക സഭ നടത്തിയത്. കുന്നംകുളം PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ മിഷൻ എക്സ്പോ 2025 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി വലിയങ്ങാടി KT സൈമൺ നഗറിലെ കൊള്ളന്നൂർ ഓഡിറ്റോറിയത്തിനു സമീപം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും സംസ്ഥാന ജേതാക്കളെ ആദരിക്കലും നടന്നു. മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ സ്ഥാപിച്ച കുടിവെള്ള ശുദ്ധീകരണ സംവിധാനം സമർപ്പണം നടത്തി. പുതുതലമുറയെ പൂർവ്വകാലവുമായി കണ്ണിച്ചേർത്ത് ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ഹാജി തൊഴിയൂർ രചിച്ച കാളവണ്ടിക്കാലം പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. വേലൂർ പഞ്ചായത്ത് പട്ടികജാതി സർവീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രോഗ്രസ് എഡ്യൂക്കേഷൻ സെന്റർ MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. യുവ എഴുത്തുകാരൻ സുധീർ പെരുമ്പിലാവിന്റെ ഒരു ഓട്ടോക്കാരന്റെ ഓർമ്മക്കുറിപ്പുകൾ പ്രകാശനം വ്യാഴാഴ്ച നടക്കും. കിനുജിറിയു ഇന്ത്യ കരാട്ടെ അക്കാദമി കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടത്തി. പൊന്നിയൂർകുളം കൂട്ടായ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവും അൻസാർ കോളേജും സംയുക്തമായി പാലിയേറ്റീവ് ദിനം ആചരിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SSLC പൂർവ്വ വിദ്യാർത്ഥികൾ 40 വർഷങ്ങൾക്കു ശേഷം സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നു. 1983-84 ബാച്ചിലെ വിദ്യാർത്ഥികളാണ് സുഹൃതം എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സംഘടിപ്പിച്ചത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.